ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ സച്ചിനെയും ഫിനാൻസറിനെയാണ്. അങ്ങനെ നമ്മുടെ ഫിനാൻസർ പറയാണ്, നിനക്ക് ഇത്ര വാശിയുണ്ടെങ്കിൽ കാറിന്റെ ഉടമയായി എനിക്ക് എത്ര വാശിയുണ്ടെന്ന് അറിയാമോ? ഏതായാലും നീ ഇവിടെ വരെ വന്നതല്ലേ, ഞാൻ നിനക്ക് കാറ് തരാം. പക്ഷെ എന്റെ കാലിൽ വീണ് ചെയ്ത തെറ്റിന് നീ ക്ഷമ ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിനക്ക് ആ കാർ എടുത്തോണ്ട് പോകാം, ഒരു കുഴപ്പമില്ല. നിന്റെ കാലില് എന്റെ തലയില് ഒരു മുടി പോലും വീഴില്ല. പറ്റിയ ആളാണല്ലോ നിന്റെ കാല് പിടിക്കാന്. നിന്റെ കാല് പോയിട്ട് ഞാൻ ഇതുവരെ ആരുടെയും കാല് പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എങ്കിൽ പിന്നെ നീ ജോലി ഇല്ലാതൊരു കാര്യം ചെയ്യുക, അതിലെ കൂടെയും ഇതിലെ കൂടെയും തെണ്ടി തിരിഞ്ഞു നടന്നോ. അതെ, ഞാൻ നല്ലൊരു ഡ്രൈവറാ. നിങ്ങൾ മാത്രമല്ല, എനിക്ക് ജോലി തരാൻ വേറെ ആൾക്കാരും ഇവിടെ ഉണ്ട്. എനിക്ക് നന്നായിട്ട് തൊഴിലറിയാം. ഇനിയിപ്പൊ ഡ്രൈവർ പണിയല്ല, വേറെ എന്ത് പണിയാണെങ്കിലും അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ഓച്ചാരണത്തിന്റെ ആവശ്യമില്ല എനിക്കെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് കൂടെ നിന്ന ഗുണ്ടകൾ പറഞ്ഞു, ദേ ഇവിടെ കിടന്ന് പ്രസംഗിക്കാതെ പോകുന്നുണ്ടോ സച്ചി, മതി മതി നിന്റെ പ്രസംഗം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിട്ട് ഇങ്ങനെ കൈ വെച്ചു കേട്ടോ ദേഹത്തെ, ഇങ്ങനെ കോളറിൽ അങ്ങാണ്ട് പിടിച്ചപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, വിടറാ, മര്യാദയ്ക്ക് ഇരുന്നോണം. എന്റെ ദേഹത്ത് കൈ വെക്കാൻ നിനക്കാരുടെ അവകാശം തന്നത്? ഇങ്ങേരെന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അതും മേടിച്ച് നക്കിക്കൊണ്ടിരുന്നോണം. അല്ലാതെ എന്റെ മെക്കിട്ട് കയറാൻ വന്നാ ഉണ്ടല്ലോ, എല്ലാത്തിന്റെ കവാലക്കുറ്റി അടിച്ച് ഞാൻ ഷേപ്പ് മാറ്റുന്നു പറഞ്ഞു. എന്നിട്ടാണ് അവിടുന്ന് സച്ചി ഇറങ്ങി പോകുന്നത് കേട്ടോ. ഏതായാലും നമ്മുടെ സച്ചി ഇറങ്ങി പോകുമ്പോഴേക്കും ആ ഫൈനാൻസറുടെ മുഖമൊക്കെ അങ്ങ് മാറുകയാണ് കേട്ടോ. കാരണം അവര് പ്രതീക്ഷിച്ചത് നമ്മുടെ സച്ചി വണ്ടി എടുത്തോണ്ട് പോകും, കാല് പിടിക്കുന്നൊക്കെയാ. നമ്മുടെ സച്ചി എവിടെയെങ്കിലും കുനിയോ. ഏതായാലും വെളിയിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ആ വണ്ടിയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോഴത്തേക്ക് അവിടുത്തെ ഗുണ്ടകൾ പറഞ്ഞു, എന്തിനാടാ നീ ഇവിടെ നോക്കി നിൽക്കുന്നത്, സ്ഥലം വിട്ടു പോടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അതെ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, അത് എന്റെയാ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നതിന് നീ എന്തിനാടാ ഇങ്ങനെ ഇത് ചലക്കുന്നത്? അവൻ ഇട്ട് തരുന്ന എല്ലും കഷ്ണം കണ്ടിട്ടെ നീ നക്കുന്നുണ്ട്, നീ നക്കിയാ മതി. എന്നെ അതിന് കിട്ടില്ല. അവൻ ഒരു കാർ ഓടിക്കാൻ തന്നില്ലെന്നും കരുതിയ ഈ സച്ചി വീഴാൻ പോകുന്നില്ല. ഈ സച്ചി സ്വന്തം കാലിൽ തന്നെ ഇനി നിൽക്കും. ചെന്ന് പറഞ്ഞേരെ, അവന്റെ കാർ ആർക്ക് വേണം? അവന്റെ കാർ ഇല്ലെങ്കിലും ഈ സച്ചി ജീവിക്കൂടാ, കുടുംബം നോക്കൂടാ, കുടുംബം പുലർത്തൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി മാസ് ഷോയൊക്കെ കാണിച്ചിട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. ഇതേ സമയം കാണിക്കും നമ്മുടെ ശ്രുതിനെയാണ്. നമ്മുടെ ശ്രുതി ആണെങ്കിൽ അണിഞ്ഞൊരുങ്ങിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്, ദീപാവലിയാണല്ലോ. അപ്പോഴത്തേക്കാണ് ഒരു ഫോൺ കോൾ വരുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ശ്രുതിയുടെ അമ്മയാണ് വിളിക്കുന്നത്. ഫോൺ കോൾ കണ്ട ഉടനെ തന്നെ, ഈ അമ്മ എന്തിനാ ഇപ്പൊ വിളിക്കുന്നത്, അമ്മയോട് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് ഫോൺ എടുത്തിട്ട്, എന്തിനാ അമ്മ ഇപ്പൊ എനിക്ക് ഫോൺ ചെയ്തത്, എന്നെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അത് പിന്നെ ഫോൺ എടുത്ത ഉടനെ തന്നെ എന്തിനാ മോളെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? ആരാ വിളിക്കുന്നതെന്ന് ശ്രുതി ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടിയാ പറയുന്നത്? അമ്മ അതെന്താ മനസ്സിലാക്കാത്തത്? ഇപ്പൊ ശ്രുതി അടുത്തില്ലാത്തത് എന്റെ ഭാഗ്യം. ഏത് സമയം വരാം. അല്ല, അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? അത് പിന്നെ ദീപാവലി ആശംസകൾ പറയാൻ വേണ്ടി വിളിച്ചാ മോളെ. നാളെ അല്ലേ അമ്മേ ദീപാവലി, അപ്പൊ ഇന്നേ വിളിച്ചത് എന്തിനാ? നാളെ നീ എല്ലാ സമയവും നിന്റെ കുടുംബത്തിനോടൊപ്പം ആയിരിക്കുമല്ലോ, അതുകൊണ്ടാ ഞാൻ ഇന്ന് വിളിച്ചത്. നാളെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ലെന്ന് എനിക്കറിയാം. ആദ്യം നിന്നോട് സംസാരിക്കണം എന്നാ പറഞ്ഞത്. ഞാൻ അവന്റെ കയ്യിൽ ഫോൺ കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കൊടുക്കാമേന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആദ്യ ഫോൺ മേടിച്ചു കേട്ടോ. ആദ്യ ഫോൺ മേടിച്ച ഉടനെ തന്നെ നമ്മുടെ ശ്രുതി ചോദിച്ചു, ഹലോ മോനെ, എന്താ മോനെ, സുഖമായിട്ടിരിക്കുന്നോ? ഹാപ്പി ദീപാവലി ആന്റി, എനിക്കിവിടെ സുഖാ. ആന്റിക്ക് ഇവിടെ സുഖാണോ? ആന്റി ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അല്ല മോന് ദീപാവലിക്ക് ഡ്രസ്സൊക്കെ മേടിച്ചോ? മേടിച്ചു. കമ്പിത്തിരികളും പൂത്തിരികളും ഒക്കെ മേടിച്ചിട്ടുണ്ട്. അമ്മമ്മ എല്ലാം മേടിച്ചു തന്നു. അതൊക്കെ കത്തിക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. അമ്മമ്മ പറയുന്നതൊക്കെ ശ്രദ്ധിക്കണം, അമ്മമ്മ പറയുന്നതൊക്കെ അനുസരിക്കണം. അല്ല ആന്റി നാളെ ദീപാവലിക്ക് വീട്ടിലേക്ക് വരുവോ? അത് പിന്നെ മോനെ, ഇവിടെ ഭയങ്കര തിരക്കാ മോനെ. ആന്റിക്ക് ഇവിടെ ഒരുപാട് ജോലിയുണ്ട്. ആന്റി അടുത്ത ദീപാവലിക്ക് മോന്റെ കൂടെ ഉണ്ടാവും. മോനൊരു കാര്യം ചെയ്യേ, മോന് വേറൊരു ദിവസം ആന്റി വരുമ്പം മോന് ഒത്തിരി കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവരിക. ആന്റി വേറൊരു ദിവസം വരാന്നൊക്കെ പറയും, എന്നാ വരില്ല, എനിക്കറിയാം. എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലെ ദീപാവലിക്ക് അവർക്ക് വേണ്ടപ്പെട്ട എല്ലാവരും വന്നിട്ടുണ്ട്. ആന്റിക്കും വന്നൂടെ? എനിക്ക് ആന്റിയെ കാണാൻ കൊതിയാവുക. എനിക്ക് മോനെ കാണാൻ കൊതിയാവുന്നുണ്ട്. മോന് ജോലി തിരക്ക് കാരണം ആന്റിക്ക് വരാൻ പറ്റാത്തത്. അടുത്ത മാസം ഉറപ്പായിട്ടും ആന്റി ചോക്ലേറ്റും ടോയ്സും ഒക്കെ ആയിട്ട് മോനെ കാണാൻ വരും. അല്ല, മോനെ കാണാൻ വരുമ്പോ എന്താ കാണാൻ കൊണ്ടുവരേണ്ടത്? അതെ, എനിക്കിപ്പോ ഒന്നും വേണമെന്നില്ല, ആന്റി വന്നാൽ മാത്രം മതി. പിന്നെ സ്കൂളിലെ കുറച്ച് ദിവസം ലീവ് ഉണ്ട്. ഞാൻ രേവതി ആന്റിയുടെ വീട്ടിൽ പൊക്കോട്ടെ? എന്നോട് വരണമെന്ന് രേവതി ആന്റി പറഞ്ഞായിരുന്നു. പൊക്കോട്ടെ. ഞാൻ നിന്നോട് പറഞ്ഞൊക്കെ മറന്നോ മോനെ?
നീ രേവതി ആന്റിയുടെ കാര്യം പറയരുത്. ഒരു രേവതി ആന്റി അവളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. ഒരു ഫോൺ കോൾ പോലും ചെയ്തേക്കല്ലേ. എനിക്ക് രേവതി ആന്റീനെ ഇഷ്ടമല്ല. ഇനി നീ രേവതി ആന്റീനെ അങ്ങനെ കണ്ടു കഴിഞ്ഞാലേ ഞാൻ നിന്നെ കാണാൻ ഒരിക്കലും വരില്ല. ഇല്ല ആന്റി, ഞാൻ രേവതി ആന്റിയുടെ അടുത്തേക്ക് പോവില്ല, കാണുകയും ചെയ്യില്ല. ആ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ. ആന്റി പറയുന്നതൊക്കെ അനുസരിക്കണം. ഉമ്മ ആന്റി ഉമ്മ എന്ന് പറഞ്ഞ് നമ്മുടെ ആദിക്കുട്ടനും ഒരു ഉമ്മ കൊടുത്തിട്ട് ശ്രുതി പറഞ്ഞു, അതെ നീ അമ്മമ്മയ്ക്ക് ഫോൺ കൊടുത്തേ. ദാ അമ്മമ്മേ, ദേ ആന്റി ഫോണ് തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മ ഫോൺ മേടിച്ചു. അപ്പോഴത്തേക്ക് ശ്രുതി ചോദിച്ചു, അല്ല നീ അമ്മ ഇപ്പോഴും രേവതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലേ? ഇല്ലടി, ഞാൻ ഇതുവരെ രേവതിനെ കുറിച്ച് ആദ്യം സംസാരിച്ചതേ ഇല്ല. ഞാൻ രേവതിനെ വിളിച്ചിട്ടുമില്ല, അവള് എന്നെയും വിളിച്ചിട്ടില്ല, ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് ഇല്ല. ഇങ്ങനെ പോയാല് അമ്മയ്ക്ക് നല്ലത്, എനിക്ക് നല്ലത്, അതായിരിക്കും നല്ലത്. ഏതായാലും മോൾ അത് വിടുമോളെ, മോൾ ആ കാര്യമൊക്കെ വിട്ടേരെ. പിന്നെ മോളുടെ അക്കൗണ്ടിലേക്ക് ഞാനൊരു 10,000 രൂപ അയച്ചിട്ടുണ്ട്. അമ്മ എന്തിനാ എനിക്ക് കാശ് അയക്കുന്നത്? അതിനു മാത്രം അമ്മയ്ക്ക് എവിടുന്ന കാശ് കിട്ടിയത്? നീ പലപ്പോഴായി എനിക്ക് തന്നത് ഞാൻ സ്വരുക്കൂട്ടി വെച്ചതാ. ദീപാവലിയൊക്കെ അല്ലേ, അപ്പൊ പിന്നെ മോക്ക് എന്തെങ്കിലുമൊക്കെ തരണ്ടേ? ദീപാവലി തലേന്ന് മോള് വീട്ടിലേക്ക് വരേണ്ടതല്ലായിരുന്നോ? അപ്പം എന്റെ വക എന്തെങ്കിലും ഗിഫ്റ്റ് മോളുടെ ഭർത്താവിന് കൊടുക്കേണ്ടതല്ലേ? അതാണല്ലോ മുറ. അപ്പൊ അതുകൊണ്ട് ഞാൻ മാറ്റിവെച്ച പൈസ അത് അയച്ചു തന്നതാ. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യണം, എന്തെങ്കിലും സമ്മാനം മേടിച്ചു കൊടുക്കണം. ഡ്രസ്സോ ഒക്കെ മേടിച്ചാൽ മതി, അല്ലാതെ സ്വർണ്ണമൊന്നും മേടിക്കാൻ തികയില്ലെന്ന് എനിക്കറിയാം. അത് അമ്മ കാശ് അയക്കണ്ടായിരുന്നല്ലോ, അമ്മയ്ക്ക് ചെലവുകളൊക്കെ ഇല്ലേ, അതിനൊക്കെ എന്റെ കയ്യിലുണ്ട് മോളെ. നാളെ ദീപാവലിക്ക് കുടുംബത്തിനോടൊപ്പം ഉള്ളൊരു ഫോട്ടോ എടുത്ത് മോളെ എനിക്ക് അയച്ചു തരണം കേട്ടോ. അയക്കാമേ. ഏതായാലും ഞാൻ വെക്കുക, ഇനി ഒത്തിരി നേരം സംസാരിക്കണില്ല, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ശരിയാവില്ല. അല്ല അമ്മയ്ക്ക് അസുഖമൊക്കെ കുറവുണ്ടല്ലോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ആരോഗ്യമൊക്കെ നന്നായിട്ടിരിക്കുന്നു. മോക്ക് അവിടെ സുഖമല്ലേ? എനിക്ക് സുഖമേ, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്നാ ഫോൺ വെക്കാണ് കേട്ടോ, പിന്നെ വിളിക്കാമേ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി ഫോൺ വെക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിയുടെ വീടാണ് കേട്ടോ. അവിടെ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ച് നമ്മുടെ സച്ചിനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ സച്ചിനെ കുറെ നേരമായിട്ട് കാണുന്നില്ല. അപ്പൊ ശരത് ചോദിച്ചു, ഇതെന്താ ചേച്ചി സച്ചിനെ കാണുന്നില്ലല്ലോ? അത് പിന്നെ കാറിന്റെ കാര്യം സംസാരിക്കാൻ ഫിനാൻസറിനെ കാണാൻ പോയി കാണും. ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോന്ന് അറിയില്ല. അല്ല മോളൊന്ന് വിളിച്ചു നോക്ക്. വിളിച്ചൊക്കെ നോക്കി, ഫോണൊന്നും എടുക്കണില്ല. ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് അറിയില്ല അമ്മേ. ഇനിയിപ്പോ വല്ല പ്രശ്നമായി കാണുമോ മോളെ? സച്ചേട്ടന്റെ സ്വഭാവം ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനും ചാൻസ് ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് മാറിപ്പോയപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി ദേവിനോട് പറഞ്ഞു, ദേവു ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ? ഒരു പ്രശ്നം ഉണ്ടായി കാണത്തില്ല അമ്മേ, സച്ചേട്ടൻ ഇപ്പൊ വരും, നമുക്ക് ഇതെല്ലാം മാറ്റിയൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ടേബിളിലേക്ക് എടുത്ത് വെക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവര് കഴിക്കാനുള്ള സാധനമൊക്കെ ടേബിളിലേക്ക് എടുത്തു വെച്ച് നമ്മുടെ സച്ചിനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണെന്ന് പറയാം. രേവതി ആണെങ്കിൽ ഉമ്മർത്ത് പോയി ഇങ്ങനെ കാത്തിരിക്കാണ് കേട്ടോ. ഇതുവരെ നമ്മുടെ സച്ചിനെ കാണുന്നില്ലല്ലോ. അങ്ങനെ രേവതി കണ്ണു നട്ട് കാത്തിരിക്കുമ്പോഴാണ് ഒരാള് വരുന്നത്. ആടി 4 കാലയിലല്ല, 8 കാലയിലല്ല, 16 കാലയിലും അല്ല, അതുപോലെ മോശാവസ്ഥയിലാണ് കേട്ടോ വരുന്നത്. അപ്പം നമ്മുടെ രേവതി ദൂരെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ ആടി വരുന്നത്. അപ്പൊ തന്നെ രേവതിക്ക് മനസ്സിലായി സീൻ കോൺട്രയാണെന്ന്, മദ്യപിച്ചിട്ടാണ് വരുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ രേവതി ചെന്ന് പിടിക്കാൻ തുടങ്ങി കേട്ടോ. പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും, വിടറി എന്നെ, നീ ആണോടി എന്നെ പിടിക്കാൻ വരുന്നത്, വിടറി, എനിക്ക് തന്നെ നടക്കറിയാടി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ നടന്ന് അകത്തേക്ക് കയറി ചെന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയും ദേവും ഒക്കെ കണ്ടു കേട്ടോ. അപ്പൊ ലക്ഷ്മി ചോദിച്ചു, ഇതെന്താ മോനെ ഇങ്ങനെ, എന്താ മോനെ ഇങ്ങനെ വൈകിയത്? ദേ കാശ് കയ്യിലുള്ള അഹങ്കാരം എന്നോട് വേണ്ട. ഒരു ഫിനാൻസറും കുറെ ശിങ്കിടികളും, ആരും എന്നോട് അഹങ്കാരം കാണിക്കണ്ട. അവരെ എനിക്ക് കാറ് തരില്ല അത്രേ. കാറ് തരണ്ട ആവശ്യമേ ഇല്ല. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, സച്ചേട്ടനോട് ഞാൻ എന്താ പറഞ്ഞത്? സച്ചേട്ടനോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ? ഞാൻ പോയപ്പോ എന്താ പറഞ്ഞത്? അത് പിന്നെ ഞാനേ അവരെ കണ്ടിട്ട് വരാം. ഫിനാൻസറിനെ കാണാനോ? ഇനിയോ? വേണ്ട സച്ചേട്ടൻ പോണ്ട. അവരെ ആര് കാണാനാ? എനിക്ക് ആ നിഷ്കളങ്കരെ കാണണം, നിഷ്കളങ്കരെ. ഏത് നിഷ്കളങ്കരെ? രാവിലെ നീ കാറ് വർക്ക്ഷോപ്പിലാണെന്ന് പറഞ്ഞപ്പം അവര് വിശ്വസിച്ച 2 പാവങ്ങളുണ്ടല്ലോ, 2 നിഷ്കളങ്കരെ. അവരെ എനിക്ക് കാണണം. ഇവിടത്തെ അയലോക്കംകാരെ, അവരെ കണ്ട് എനിക്ക് സത്യം പറഞ്ഞിട്ട് നടന്നത് എന്തെന്ന് വ്യക്തമാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, സച്ചേട്ടാ ദേ വേണ്ടാട്ടോ, ഇനി എങ്ങോട്ട് പോണ്ട, അതൊക്കെ നമുക്ക് രാവിലെ പറയാം. ഇവിടെ വന്നിരിക്കാൻ. നീ കൂടുതൽ എന്നെ ഇരുത്താൻ നോക്കരുത് കേട്ടോ. എനിക്ക് ആ പാവങ്ങളോട് സത്യം പറയണം. പഞ്ചപാവങ്ങള്. അല്ലെങ്കിലും ഈ സച്ചി കള്ളം പറയില്ല. ഇടി നീ അടി കള്ളി, നീ അല്ലടി കള്ളം പറയുന്നത്. കള്ളി ഞാനേ കള്ളിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നിരുന്ന ഒരു കമ്പിത്തിരിയൊക്കെ ഇങ്ങനെ കത്തിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. കമ്പിത്തിരി അന്ന് തോന്നുന്നു കേട്ടോ, അതോ ഇനി ചൂട്ട് വല്ലതാണോന്ന് അറിയത്തില്ല. അങ്ങനെ കത്തിച്ച
അവിടെ പോയി ആ ഗേറ്റിന്റെ അവിടെ പോയി അവരെ വിളിക്കുക, ഇവിടെ ആരുമില്ല ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞോണ്ട് ഇവരാണ് പുറകെ ഓടി ചെല്ലുകയാണ് കേട്ടോ. എന്താ സച്ചേട്ടാ ഇത്, നാണക്കേടല്ലേ സച്ചേട്ടാ ഇത്, സച്ചേട്ടാ എന്താ സച്ചേട്ടാ ഈ കാണിക്കുന്നത്, നമുക്ക് നാളെ രാവിലെ പറയാന്നൊക്കെ പറയാം. അപ്പോഴത്തേക്കും തന്നെ അവരെ ഏകദേശം വാതിൽ തുറന്ന് എത്തി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ദേവു ഓടിപ്പോയി ഒരു കേക്കിന്റെ പെട്ടി കേക്ക് എടുത്തോണ്ട് വന്നു. അവര് വാതിൽ തുറന്ന് എന്താ രേവതി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ആ കേക്കിന്റെ ആ ഒരു പെട്ടി അങ്ങോട്ട് കൊടുത്തിട്ട് ദീപാവലി അല്ലേ, ഞങ്ങള് സ്വീറ്റ്സ് തരാൻ വന്ന ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വീറ്റ്സ് കൊടുത്ത് എങ്ങനെയെങ്കിലും നമ്മുടെ സച്ചിനെ അവിടെ നൂരി വലിച്ചെടുത്തോണ്ട് പോയി കേട്ടോ. ഇല്ലെങ്കിൽ നാട്ടുകാരറിഞ്ഞ് വിഷയമായി കുളമാവൂലോ. നമ്മുടെ സച്ചി അവിടെ ചെന്ന് വർത്താനം പറയാൻ നിർത്തൂല. വർത്താനം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും, അത് മദ്യപിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു കണക്കിന് നമ്മുടെ സച്ചിനെ രേവതി എങ്ങനെയൊക്കെയോ വീടിനകത്ത് കയറ്റിക്കൊണ്ട് പോയി. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ടും എനിക്ക് ഇപ്പൊ അവരോട് എന്താ സംഭവിച്ചെന്ന് പറയണം, എനിക്ക് പറഞ്ഞേ പറ്റൂന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരത്ത് പറഞ്ഞു, സച്ചേട്ടൻ നാളെ പറയാം, നാളെ ഞാനും കൂടെ വരാം. എനിക്ക് ഇപ്പൊ പറയണം. സത്യം പറയാൻ പോയ എന്നെ രേവതി പറയാൻ സമ്മതിച്ചില്ല. ഇവള് കള്ളിയാ, ഇവളെ പോലെ കള്ളരാകാൻ എനിക്ക് പറ്റില്ല. അല്ല മോനെ ഇങ്ങ് വന്നേ, മോനെ അമ്മ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, അമ്മ ആഹാരം തരാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇല്ലമ്മേ എനിക്ക് പറയണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയണം. ഈ സച്ചി ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും, സച്ചിക്ക് പറയണം എന്ന് പറഞ്ഞ് വീണ്ടും പുറത്തേക്ക് ഓടാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിനെ പിടിച്ചു വലിച്ച് ആ ടേബിളിൽ അങ്ങ് ഇരുത്തി ആഹാരം കൊടുക്കാനായിട്ട്. അങ്ങനെ സച്ചി അവിടെ ഇരിക്കുക. സച്ചി അവിടെ ഇരുന്നിട്ട് ദേവുവിനോട് പറഞ്ഞു, ദേവു ഞാനൊരു കാര്യം പറയട്ടെ, അവരെ പാവങ്ങളാ, അവരോട് എന്തിനാ ദേവു കള്ളം പറഞ്ഞത്, അതിന്റെ കാര്യം ഉണ്ടായിരുന്നോ? നിന്റെ ചേച്ചി വാ തുറന്നാ മാത്രമേ കള്ളമല്ലേ പറയത്തുള്ളൂ. ഞാൻ പോയി അവരോട് സത്യം പറഞ്ഞിട്ട് വരാം ദേവു ഞാൻ പോട്ടെ, ഞാൻ പോയിട്ട് വരാം. അവിടെ ഇരിക്കും സച്ചേട്ടൻ ഇവിടെ ഇരുന്ന് ഇപ്പൊ ഭക്ഷണം കഴിക്കുക, നമുക്ക് നാളെ രാവിലെ പറയാ. ഭക്ഷണം കഴിക്കണം അല്ലേ? കഴിക്കാം. ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മോശമാ, എന്നാ പിന്നെ കൈ കഴുകിയിട്ട് വരാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശരത്തിനോട് ലക്ഷ്മി പറഞ്ഞു, സച്ചിനെ ഒന്ന് കൊണ്ടുപോയി കൈ കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശരത്ത് കൊണ്ടുപോയി കൈ കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ലക്ഷ്മി രേവതി മാറി മാറിയൊക്കെ ഭക്ഷണമൊക്കെ വിളമ്പി വെക്കുകയാണ്. അങ്ങനെ കൈ കഴുകാൻ പോയത് തന്നെ ഒരു കോമഡിയാണ്. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, എടാ നീ ഒഴിയടാ ശരത്തെ, ഞാൻ കൈ കഴുകാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എന്ത് ചെയ്തു, നമ്മുടെ ശരത്ത് വെള്ളം എടുത്ത് ഇങ്ങനെ കൈ കഴിക്കുകയാണ്. അത്രയ്ക്ക് മാത്രം നമ്മുടെ സച്ചി മദ്യപിച്ചിട്ടുണ്ട് കേട്ടോ, നേരെ നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കഴിച്ച് വീണ്ടും നമ്മുടെ ശരത്ത് ഒരു കണക്കിന് അവിടെ കൊണ്ടുവന്ന് ഇരുത്തി, ടീമേശയെ കൊണ്ടുവന്ന് ഇരുത്തി. അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചു. ഭക്ഷണമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ സച്ചി ഇങ്ങനെ ചകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ മദ്യപിക്കുന്നവർ കാണിക്കുന്ന പോലെ അതേ സംഭവം കേട്ടോ കാണിക്കുന്നു. നല്ല അഭിനയമാണ്, യാതൊരു മാറ്റമില്ല. ചിലര് ഓവറാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കാണാൻ ഒരു രസമുണ്ട്. അപ്പൊ നമ്മുടെ ലക്ഷ്മി രേവതിയോട് പറഞ്ഞു, രേവതി നീ കഴിക്കാൻ പറ രേവതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും രേവതി പറയുന്നില്ല കേട്ടോ. രേവതിക്ക് കാലി വന്ന് നിൽക്കുക. അപ്പൊ രേവതിക്ക് ഇതൊക്കെ കണ്ടിട്ട് കാലിൽ ഇങ്ങനെ തരിച്ചു കയറുന്നുണ്ട്. അപ്പോഴത്തേക്ക് ലക്ഷ്മി തന്നെ പറഞ്ഞു, സച്ചി മോനെ നീ ഭക്ഷണം കഴിക്ക്, നീ എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്, നീ എന്തെങ്കിലും ചകയുന്നത് ചോറിട്ട്, നീ കഴിക്ക്, എടുത്ത് വായിക്കകത്തേക്ക് വെച്ച് കഴിക്കും മോനെ എന്ന് പറഞ്ഞു. കഴിക്കാം. അല്ലെങ്കിൽ ഈ സച്ചിയെ ഭക്ഷണത്തിനോട് നന്ദി കേട് കാണിക്കില്ല. അമ്മ എനിക്ക് ഭയങ്കര സങ്കടം അമ്മ, എന്റെ കാറ് പോയമ്മേ, ഞാൻ ആഗ്രഹിച്ചു മേടിച്ച എന്റെ സ്വന്തം കാറ്, ആ കാറ് പോയി. ഇപ്പം ഞാൻ വാടക ഓടിക്കുന്ന എന്റെ കാറ്, എന്റെ അച്ഛന് ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നു, എന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നു, എന്റെ അച്ഛൻ അപമാനിക്കപ്പെട്ടു. എന്റെ അച്ഛൻ പാവമല്ലേ, എന്തൊരു പാവം മനുഷ്യനാ എന്റെ അച്ഛനാ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാവമായ മനുഷ്യൻ. അറിയാമോ നിങ്ങൾക്ക്, എന്റെ അച്ഛനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാ. ഞാനേ ഇപ്പൊ പെരുവഴിയില്ല, എന്റെ അച്ഛനോട് ഞാൻ എന്താ അമ്മ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കരയാനും തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു, ഇതിനൊക്കെ കാരണം ആരാന്നറിയാമോ? അമ്മയുടെ മോള് കാരണം ഇതൊക്കെ സംഭവിച്ചത്. മോനെ ഒരു കാര്യം മോൻ സമാധാനമായിട്ട് ഇരിക്കുക. അപ്പോഴത്തേക്കും പെട്ടെന്ന് രേവതി പറഞ്ഞു, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്, വീട്ടിലും നാട്ടിലും പറയിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. കണ്ടോ ഇവളെന്നോട് ദേഷ്യപ്പെടുന്ന കണ്ടോ, ഇവക്ക് എന്നോട് സ്നേഹം ഒന്നുമില്ലമ്മേ. എന്താ ഞാൻ കാരണം സംഭവിച്ചത്? ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല സച്ചിയേട്ടാ, ഞാനല്ല ഇതിന് കാരണക്കാരി എന്ന് ഞാൻ 100 തവണ പറഞ്ഞതല്ലേ. രേവതി നീ മിണ്ടാതിരിക്കും രേവതി, അവനോ മദ്യപിച്ചിരിക്കുക, അവനത് കഴിക്കട്ടെ, അവനോട് ഇപ്പൊ ഒന്നും പറഞ്ഞ് മനസ്സിലാവില്ല മോളെ. അതെ മോനെ സച്ചി, മോൻ ഭക്ഷണം മോന് ഭക്ഷണം കഴിക്കണം, അത് അമ്മയ്ക്ക് കാണണം. അമ്മേ ഇവള് ചെയ്തത് വെച്ച് നോക്കിയാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരാനേ പാടില്ലാത്തതാ. എന്റെ അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ അച്ഛനെ വിഷമിപ്പിക്കാനേ എനിക്ക് പറ്റില്ല. അച്ഛൻ പറഞ്ഞ് ഞാൻ കേൾക്കണ്ടേ അമ്മേ? കേൾക്കണം മോനെ, കേൾക്കണം. മോനൊരു കാര്യം ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തിനോട് നന്ദിയേട് കാണിക്കില്ലെന്ന് മോൻ തന്നെയല്ലേ പറഞ്ഞത്? ഭക്ഷണം കഴിക്കുക. ഞാൻ കഴിക്കാം അമ്മേ, എല്ലാം ഞാൻ കഴിക്കാം. എന്നെ പേടിയായിരുന്നു.
എല്ലാവർക്കും എന്നെ പേടിയായിരുന്നു. എന്റെ മുമ്പിൽ പോലും ആരും വന്ന് നിൽക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാർക്കും എന്നെ പേടിയില്ല, ആർക്കും എന്നൊരു വിലയില്ല. ആ കൊള്ളപ്പലിശക്കാരന്റെ അടിമകളെ ഈ സച്ചിനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ നോക്കി, വരട്ടാൻ നോക്കി. കാറിലൊന്ന് തൊട്ടപ്പോ തൊടരുതെന്ന് പറഞ്ഞു. ഈ സച്ചിയുടെ ചങ്കിനകത്ത് എന്തോ പോലെ തോന്നി. ഈ സച്ചിക്ക് സ്വന്തമായിട്ട് ആരുമില്ല, സ്വന്തമായിട്ട് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മീൻ കഷ്ണമൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കാണ് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ നോക്കിയിട്ട് ഇതെന്താ കട്ട്ലൈറ്റോ? അത് പിന്നെ സച്ചേട്ടാ അത് മീൻ ഫ്രൈ ആണെന്ന് നമ്മുടെ ദേവ് പറഞ്ഞു. അപ്പം മീൻ ഫ്രൈ ആണോ എന്നും പറഞ്ഞ് അത് കഴിക്കാണ് കേട്ടോ. സത്യത്തിൽ തനി കുടിയന്റെ ആ ഒരു ഇതാണ് കേട്ടോ നമ്മുടെ സച്ചി കാണിക്കുന്നത്. എങ്ങനെ കുടിയന്മാര് കാണിക്കുവോ, എങ്ങനെ കുടിയന്മാര് കഴിക്കുവോ അതുപോലെ തന്നെ. അപ്പോഴത്തേക്കും അവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ രേവതിനെ നോക്കിയിട്ട് ഇവള് നോക്കുന്നത് കണ്ടില്ലേ, ഇവള് തെറ്റ് ചെയ്തിട്ട് ഞാനെന്ന് പറഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞ അവള് നിൽക്കും അവിടെ. ഇവള് തെറ്റ് ചെയ്തിട്ടില്ലേ പറയമ്മേ? മോനെ തെറ്റ് ചെയ്തിട്ടുണ്ട് രേവതി തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പോയിന്റ്. അമ്മ സത്യം പറഞ്ഞല്ലോ. എനിക്കറിയാം ഇവള് തെറ്റുകാരി തന്നെയാ. അമ്മ ഇവക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. ഇവളോട് നന്നായിട്ട് ജീവിക്കാൻ പറയണം, കള്ളം പറയരുത്, കള്ളം ചെയ്യരുതെന്ന് പറയണം. പറയാൻ മോനെ, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി നേർവഴിക്ക് കൊണ്ടുവരാം. അതാ തന്നെയാ വേണ്ടതെന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ നമ്മുടെ സച്ചി. എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. അപ്പോഴത്തേക്ക് വീണ്ടും ലക്ഷ്മി ചോദിച്ചു, എന്താ മോനെ മോൻ കരയുന്നത്, എന്തു പറ്റി? അത് പിന്നെ അമ്മേ ഇച്ചിരി മീൻകറി വേണം എനിക്ക്. മീൻകറിയുടെ ചാറ് കുഴച്ച് തിന്നുന്ന ടേസ്റ്റ് ഇതിനില്ല. മതി ഇത് മതി അമ്മയെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, കഴിക്കും മോനെ, കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി വീണ്ടും ഇരുന്ന് കഴിക്കുന്നു, ചോറൊക്കെ കുഴച്ചടിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വീണ്ടും പറയാ, അതെ ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ലായിരുന്നു. അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത്. എനിക്ക് അച്ഛനെ ഇഷ്ടം. അപ്പൊ അച്ഛന് വേണ്ടിയിട്ട് ഈ സച്ചി കഴിക്കും. അമ്മ അച്ഛന് വേണ്ടി കഴിക്കും. എന്നാ പിന്നെ മോൻ അച്ഛന് വേണ്ടി കഴിക്കേ, ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും അവിടെ ഇരുന്ന് കഴിക്കുക, എന്തൊക്കെയോ അതിനിടയ്ക്ക് കാട്ടി കൂട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതായാലും രേവതിക്ക് ദേഷ്യം ഇപ്പം അവിടെ നിൽക്കുക. അപ്പം ദേവുവിനോട് പറയ സച്ചി, അതെ നീ നിന്റെ ചേച്ചിനെ പോലെ ആവരുത് കേട്ടോ, ആരും അറിയാതെ ഇത്തരം വേലത്തരങ്ങളൊന്നും കാണിച്ചേക്കരുത്. അതെ കേറി ചെല്ലുന്ന വീട്ടിലെ ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. ദേവു നീ നന്നായിട്ട് പഠിച്ച് നീ ഒരു ജോലി മേടിച്ചിട്ട് വേണം വിവാഹം കഴിക്കാന്. അല്ലെങ്കിൽ പ്രശ്നം. അതുകൊണ്ടേ നിന്നോട് കൂടിയാ ഡാടാ ഇവിടെ നോക്കടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശരത്ത് പറഞ്ഞു, ഞാൻ കേട്ടു സച്ചേട്ടൻ ഇപ്പൊ കഴിക്കേ, ഞാനും ജോലി മേടിച്ചോളാം സച്ചേട്ടാന്ന് പറഞ്ഞു. ഏതായാലും സച്ചി വീണ്ടും ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. രേവതി ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സങ്കടമുണ്ട് നമ്മുടെ രേവതിക്ക് ഒരുപാട്. കാരണം എല്ലായിടത്തും ദീപാവലി ആഘോഷമാക്കി മാറ്റുമ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ കുടിച്ചിട്ടൊക്കെ വരുമ്പം അത് രേവതിക്ക് തന്നെയാണല്ലോ വേദന. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.